ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അസൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. എപ്പോഴോ കണ്ടതാണ്, പക്ഷേ അത് ചെയ്ത് നോക്കിയപ്പം കിടിലൻ ടേസ്റ്റ്, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അതിന് പേരൊന്നും എനിക്കെല്ലാം ഇഷ്ടമുള്ള പേര് കേട്ടോ, പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പേരിട്ടിട്ടോ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 മുട്ടയാണ് എടുക്കുന്നത്. നമ്മളൊരു ബൗൾ എടുത്തിട്ട് ഒരു 3 മുട്ട ഒന്ന് പൊട്ടിച്ചതിലേക്ക് ഒഴിക്കാം. നമുക്ക് എത്ര വേണോ അത്ര എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 എണ്ണം എടുത്ത് കാണിച്ചു തരാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഒരു 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഇപ്പം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. മുട്ട പൊരിക്കാനായിട്ട് ഞാൻ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിനകത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. മുട്ടയുടെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം അത് ഒരു വിധം ഒന്ന് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുട്ട ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. നമ്മൾ ഈ ചട്ടുകം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയ പീസസ് ആക്കി ഒന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ അളവിനനുസരിച്ച് ചെറുത് വേണോ വലുത് വേണോ, എന്നാലും ഒരു എന്താ പറയുക, ഒരു 10-12 പീസൊക്കെ ആയിട്ട് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. തീ കുറച്ചിട്ടേക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പല കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. മുട്ട പൊരിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാത്രം അടുപ്പത്ത്, ഒരു പാനോ ഇരുമ്പേട്ടിയോ എന്ത് സാധനമോ നമ്മൾ കറി ഉണ്ടാക്കാനുള്ളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഡിഷ് നമ്മൾ എന്താ പറയുക, ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ബ്രെഡിൻ്റെ കൂടെയോ ബണ്ണിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കുന്നതിന് കുറച്ചൊരു ടേസ്റ്റ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പം ചോറിൻ്റെ കൂടെ അല്ലാതെ നമ്മൾ ബണ്ണില്ലേ, നമ്മുടെ പാവ് ബജിയുടെ ഒക്കെ ബണ്ണ്, ആ ബണ്ണോ ബ്രെഡോ ഒക്കെ ആണെങ്കിൽ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇത് വലിയ അല്ലി വെളുത്തുള്ളിയാണ്, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമുക്കത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ഞാൻ ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കും. ഇതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കളറും അത്യാവശ്യത്തിന് എരിയുള്ള മുളകാണ്. കാശ്മീരി ആണെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴത്തേക്കും മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ്. കുറച്ച് ടൊമാറ്റോ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവ്, നമ്മൾ മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് കുറച്ചധികം ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ് ഒരു 1.5 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ മുട്ടയിൽ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ അതിനും കൂടെയുള്ള ഉപ്പ് ഇതിന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് കഷ്ണമാക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം.
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇട്ടങ്ങ് ഇളക്കി ഇത് പൊടിക്കരുത്. ജസ്റ്റ് ഈ മസാലയൊക്കെ ഇതിലൊക്കെ പിടിക്കുക, അത്രേ ഉള്ളൂ. കണ്ടോ, ഞാൻ പറഞ്ഞില്ല നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റിയൊരു കറിയായിട്ടല്ല, നമുക്ക് ബാക്കിയുള്ള പൊറോട്ടയോ ബ്രെഡോ മണ്ണൊക്കെ ആണെങ്കിൽ ഒരു കിടിലൻ ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മുട്ട കൊണ്ടുള്ള ഇനിയും ഒരുപാട് റെസിപ്പീസ് പുറകെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.